ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസി വോയേജ്. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഒരു പൈനാപ്പിൾ മധുര പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പൈനാപ്പിളും ഏത്തപ്പഴവും മുന്തിരിങ്ങയൊക്കെ ചേർത്തുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മുടെ ഓണം സദ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കറിയും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളുടെയും ഒരു ഫേവറേറ്റ് കറിയായിരിക്കും ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ മധുരപ്പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് 1 കിലോയാണ്. അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി പൈനാപ്പിൾ നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ നടുഭാഗത്തുള്ള ആ ഒരു കഷ്ണം നമുക്ക് ഇതിന് ആവശ്യമില്ല. ഇനി ഇതെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ പൈനാപ്പിൾ പീസസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ കഷ്ണങ്ങൾ ഞാനിപ്പോൾ ഒന്ന് അളന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് 2 കപ്പ് നിറച്ചുകൊണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇനി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പൈനാപ്പിൾ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വെള്ളം പതുക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മൺചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് ഞാനിതൊരു ചെറിയ ബർണറിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് ഓർക്കണം. ഇപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ കടുകും ചേർക്കാം. ഇനി ഒരു 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇടയ്ക്ക് നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങളൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം. വെള്ളമൊക്കെ വറ്റിപ്പോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇതൊരു 10-15 മിനിറ്റ് നേരം എടുക്കും വെന്ത് വരാനായിട്ട്. അടുത്തായിട്ട് ചെറിയൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. പഴം നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന പോലെയുള്ള ഒരു കനത്തിൽ അരിഞ്ഞെടുക്കാം. അതിനുശേഷം അതിനെ ഹാഫായിട്ടും കൂടി ഒന്ന് മുറിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ശരിക്കും വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ കാണുന്ന പോലെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവണം. ഇനി ആവശ്യത്തിന് വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ പഴം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് മാക്സിമം എടുക്കത്തുള്ളൂ. പഴം ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. അപ്പോൾ പഴം ചേർത്തുകൊണ്ട് തന്നെ നമ്മളിനി ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടിക്ക് പിടിക്കും. ഇപ്പോൾ ഇവിടെ പഴം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റൊക്കെ ആയി. പഴം പാകത്തിന് വെന്തിട്ടുണ്ട്. പഴം ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. കൂടുതൽ വെന്തുടഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മധുരപ്പച്ചടിയാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു കളറുള്ള ശർക്കര എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. കറുത്ത കളറുള്ള ശർക്കരയൊക്കെ എടുത്താൽ ചിലപ്പോൾ നമ്മുടെ കറിയുടെ കളറും അതുപോലെ ഡാർക്കായി പോവും. ഇനി ഇതൊരു 2.5 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് ഉരുക്കി അരിച്ചൊഴിച്ചു കൊടുക്കണം. സാധാരണ മധുരപ്പച്ചടി എല്ലാവരും പഞ്ചസാരയിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഈ ശർക്കരയിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് മധുരമൊക്കെ ഒന്ന് പിടിക്കും. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളം പാകത്തിനില്ലെങ്കിൽ വെള്ളവും ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ശർക്കരയൊക്കെ ചേർത്തിട്ട് കഷ്ണങ്ങൾ ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് മധുരമൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന
അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഈ സമയത്ത് ഏറ്റവും ലോയിൽ തന്നെ ആയിരിക്കണം, കാരണം തേങ്ങ ചേർത്തതിന് ശേഷം വല്ലാതെ തിളച്ച് മറിയരുത്. ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചൊന്ന് കഴുകി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് നേരം അടുപ്പത്ത് വെക്കുന്നില്ല. ഒരു മിനിറ്റ് നേരമൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അരപ്പൊക്കെ പാകത്തിന് ചൂടായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ ചൂടൊന്ന് താഴ്ന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുന്തിരിങ്ങയും തൈരും ചേർത്ത് കൊടുക്കാം. ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് ഇപ്പോഴും ഇത് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ അടുപ്പിൽ നിന്ന് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് 1 കപ്പ് തൈര് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കട്ട നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി വിസ്ക് കയ്യിലില്ലെങ്കിൽ നമുക്കൊരു ഫോർക്ക് വെച്ചായാലും ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. കറുത്ത മുന്തിരിങ്ങ, ഈ കളറുള്ള മുന്തിരിങ്ങ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 12 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുന്തിരിങ്ങ ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തുടച്ചെടുത്തതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരും ചേർക്കാം. അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് കറിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മളിപ്പം തൈരും കൂടെ ചേർത്തപ്പോഴത്തേക്കും നമ്മുടെ മധുരപ്പച്ചടിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10 കാഷ്യൂ നട്ട് നടുവേ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാഷ്യൂ നട്ട്സ് ചേർക്കുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇതില്ലെങ്കിലും നമ്മുടെ മധുരപ്പച്ചടിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കറി കഴിക്കുന്ന സമയത്ത് ഇത് ഇടയ്ക്കൊന്ന് കടിക്കുമ്പം അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ കറിയിലേക്ക് നമുക്കൊന്ന് കടുക് താളിച്ചൊഴിക്കണം. ഇപ്പോൾ ഇവിടെ ചെറിയൊരു പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായപ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 ഉണക്കമുളക്, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതാണ്, ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് താളിച്ചൊഴിച്ച് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മധുരപ്പച്ചടിയുടെ ടേസ്റ്റ് നോക്കി കഴിഞ്ഞപ്പം ഉപ്പും മധുരമൊക്കെ കറക്റ്റാണ്. നമ്മളിന്ന് എടുത്ത പൈനാപ്പിൾ പാകത്തിന് മധുരമുള്ളതായിരുന്നു. അതുകൊണ്ട് ഇന്ന് ചേർത്തിരിക്കുന്ന മധുരവും കറക്റ്റാണ്. നമ്മളെടുക്കുന്ന പൈനാപ്പിളിന് മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കേണ്ടി വരും. ഈ ഒരു മധുരപ്പച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്രാവശ്യം സദ്യയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വിഭവം കൂടിയായിരിക്കും ഈ ഒരു മധുരപ്പച്ചടി. അപ്പം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.